ടാങ്ക്. ശ്രീ എം ലോറൻസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി തന്നെ ശമ്പളം കൊടുക്കുന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ജീവിക്കാൻ ആവശ്യമായ പണത്തിന് അധികമായിട്ടുള്ള ഒരു സ്വപ്നം കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതത്തിൽ ഇല്ല എന്നും പറയാറുണ്ട്. പുതിയതായി പാർട്ടിയിലേക്ക് വരുന്ന തലമുറയിൽപ്പെട്ട നേതാക്കളും പ്രവർത്തകരും പൂർണ്ണതോതിൽ പഴയകാല നേതാക്കളുടെ ജീവിതശൈലി പിന്തുടരാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ പ്രതികരിക്കും? പൂർണ്ണമായി കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പഴയ പാർട്ടിയല്ല. ഞാനിപ്പോ പാർട്ടിയിലേക്ക് വരുന്ന കാലത്തൊക്കെ ഓഫീസ് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ കഷ്ടത്തിലൂടെ എഴുതി വെച്ച് അതൊക്കെ ഓഫീസായിട്ട് മുടക്കുന്ന കാലമുണ്ടായിരുന്നു. അപ്പൊ അതല്ലോ ഇപ്പൊ മിക്കവാറും ഏറ്റവും താഴേക്കരയിലുള്ള പാർട്ടി ഘടകം പോലും പണം പിരിച്ചിട്ട് പണം കൊടുക്കാൻ ആളുണ്ട്. ശ്രീ പി ജെയിംസ്, 5000 രൂപയോ മറ്റുമാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് പാർട്ടി തന്നെ കൊടുക്കുന്ന ശമ്പളം. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിക്കാൻ ആവശ്യമായ പണം മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരന് മതി എന്ന് പറയുക. ഇപ്പോൾ ചില തിരുത്തലുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാനോ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് കുറെ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? മാറ്റമെന്ന് പറയുന്നത് ആയിരങ്ങളുടെ കോടികളുടെ കണക്കിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. സോവിയറ്റ് യൂണിയനിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കാണാതെ പോയൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സോവിയറ്റ് യൂണിയനിലെ പാർട്ടി സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതിന്റെ പേരിലാണ് അവിടെ പാർട്ടി തകർന്ന് തരിപ്പണമായത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ പ്രത്യയശാസ്ത്രത്തെയോ ജനങ്ങൾ തള്ളിയതല്ല. അവിടുത്തെ നേതാക്കൾക്ക് അതിന്റെ തലപ്പത്തുള്ള പാർട്ടിയുടെ സ്ട്രക്ചറിന് പറ്റിയ സ്ഥാപനവൽക്കരണമാണ് തകർത്ത് കളഞ്ഞത്. കേരളത്തില് പാർട്ടിക്ക് ഇവിടെ ജോൺസൺ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, പാർട്ടിക്കൊരു ഓഫീസ് ഇല്ലായിരുന്നപ്പോ പാർട്ടിയുടെ ഡയറി ആയിരുന്നു പാർട്ടി എന്ന് പറയുന്നത്. ആ ഡയറിയിലും ആ നടക്കുന്ന നേതാവിലും വിശ്വസിക്കാൻ അണികൾ തയ്യാറായിരുന്നു. അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇന്ന് പാർട്ടിയുടെ പേരിൽ ജീവൻ കൊടുക്കാൻ പറഞ്ഞാൽ എത്ര പേര്, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിലായാലും കോൺഗ്രസിന്റെ പേരിലായാലും എത്ര പേര് വരും? അവർക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയാം. ഈ ജീവൻ കൊടുത്ത് അവരുടെ വീടിന് പോയി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് ഞാൻ CPM പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് ഗാന്ധി ശിഷ്യന്മാരെന്നാ പറയുന്നത്. ഇപ്പോ ഞാനിപ്പോ തിരുവഞ്ചൂര് വിഷമിക്കരുത്. ഈ സാധാരണ ഇപ്പൊ അതിയൊക്കെ വളരെ ഇതായിട്ടുള്ള തലമുറയിൽ നിന്ന് വരുന്ന ആളാണ്. ഇപ്പൊ പുതിയ ജനറേഷന്റെ ഇടയ്ക്ക് കോൺഗ്രസ്സുകാര് പിള്ളേരുടെ ഇടയ്ക്ക് പറയുന്നത് സംസ്കൃതം എന്നറിയോ? ഗാന്ധി എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നത്. എത്ര ഗാന്ധി കിട്ടി? ഗാന്ധിനോട് രണ്ടാണ്, 500 ഗാന്ധിയോ 1000 ഗാന്ധിയാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനം ദിസ് ഈസിയസ്റ്റ് വേ ഓഫ് ബിസിനസ്. നിങ്ങൾ മേലെ എനിക്ക് ജോലി ചെയ്യണ്ട, ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് ലീഡേഴ്സ് എന്നാ പറഞ്ഞത്, ഇത് ഡീലേഴ്സ് ആണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രാദേശിക ഘടകത്തിനോ അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിനോ സംസ്ഥാന ഘടകത്തിനോ ഒരു നേതാവിന്റെ വ്യക്തിപരമായ ജീവിതശൈലിയോ സ്വത്ത് സമ്പാദനത്തെയോ നിയന്ത്രിക്കാനോ വിമർശിക്കാനോ ഉള്ള ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ടോ? എന്റെ പാർട്ടിയിൽപ്പെട്ട 100% ആളുകൾ ഏതാണ്ട് പത്തരമാറ്റാണ് എന്നും അഭിപ്രായം ഞാൻ പറയുന്നത് മൗഢ്യമായിരിക്കുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അഴിമതി ഒരു സമൂഹത്തിന്റെ ക്രോസ് സെക്ഷനാണ്. അതിനെ ലീഡർഷിപ്പ് എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. 2, ആ നേതാക്കന്മാർ അവരുടെ ദർശനം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണെങ്കിൽ പാർട്ടി പ്രവർത്തനം ഫുൾ ടൈം പ്രവർത്തനം. അതിന് സ്വാഭാവികമായും അവർക്കൊരു ബാറ്റായും അതിനുള്ള ഓണറേറിയവും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ നാട്ടിലും അറിയാം. കോൺഗ്രസിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് പോലെ മുഴുവൻ സമയ ഫുൾ ടൈം കമ്മിറ്റഡ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഞങ്ങളുടെ പാർട്ടിയുടെ ഘടന വ്യത്യസ്തമാണ്. ഞങ്ങൾ അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ചില കാഴ്ചപ്പാടുകളുമുണ്ട്. ശ്രീ AK ആന്റണിയെ പോലെ ഒരു ദർശനമുള്ള ആളുകൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് അധികാരം കിട്ടുമ്പോൾ ആ അധികാരം സുഖലോലുപതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാണ്ട് സ്കോഡ കാറിൽ കയറിയത് കൊണ്ട് അബദ്ധമായി പോയി, അതോടുകൂടി കൈവള ഊരിപ്പോയി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഈ മണിച്ചന്റെ 200 പേജ് ബുക്ക് നോക്കിയപ്പോൾ ഏതെല്ലാം സഹാക്കന്മാരിവിടെ കാശ് ആയിരക്കണക്കിന് 10000കണക്കിന് മാസവടി മാറ്റുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ തിരുവനന്തപുരം ജില്ലയിൽ, നമ്മളിപ്പം കേരളം ആണ്, തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് നോക്കാം. ഓരോ നേതാക്കന്മാരും ടിഡ ചെയർമാൻമാരായിട്ടുള്ളവരും സിറ്റി മേയറായിട്ടുള്ളവരും ലക്ഷങ്ങളുള്ള കോട്ട വീടുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പാർട്ടി അന്വേഷിച്ചോ? ഇപ്പം ചേട്ടൻ വാസ്തവമാണ്, ചേട്ടൻ പറഞ്ഞ സത്യസത്യമാണ്. ചേട്ടൻ പ്രവർത്തിക്കുന്ന കാലത്ത് വളരെ സത്യസന്ധവും നീതിയുമായിരുന്നു. ഇപ്പോഴുള്ള അണികൾ അതല്ല. ഇവിടെ ഈ CAT ഉടുപ്പ് ഊരി കൊടുക്കണതിന് 3 ലക്ഷം രൂപയാണ്. ഈ ചാലക്കടയിൽ തിരുവനന്തപുരം പട്ടണത്ത് ഉടുപ്പ് മാറ്റി കൊടുക്കണതിന് 3 ലക്ഷം രൂപയാണ്. ഇതിനെന്തെങ്കിലും പാർട്ടി ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറയുന്ന ഇടത്തിൽ 3 ലക്ഷമൊക്കെ വാങ്ങിയെടുത്ത് തെറ്റാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. അത് നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ അംഗീകരിച്ചോളൊന്നും നിർബന്ധിക്കരുത്. നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ കേട്ടു. നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് ഗൗരവമേറിയ കാര്യവുമാണ്. ശരി, നിങ്ങൾ ഇടയ്ക്ക് കമന്റ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ടെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പരാതിപ്പെടാം. CITന് സംസ്ഥാന കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്കോ പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ
പരസ്യപ്പെടുത്താം. അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്പോഷർ. വളരെ സുസമ്മതനായിട്ടുള്ള പാർട്ടിയുടെ സത്യനേശൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ ക്രൂരമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും എന്നാൽ കള്ളത്തരം കാണിച്ച പല മഹത് വ്യക്തികളും ഇന്ന് പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ ഇത് ഒരു സ്വയം തെറ്റുതിരുത്തലോ അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ടോ? CITക്കാർ 3 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ വസ്ത്രം വാങ്ങുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഗുണ്ടകള് വർക്കല ആ ടൂറിസ്റ്റ് മേഖലയിൽ നിന്നുകൊണ്ട് ഗുണ്ടകൾക്ക് CITക്കാര് യൂണിഫോം 50,000 രൂപയ്ക്ക് വിറ്റു ഗുണ്ടകളായിട്ട് അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും നടത്തുന്നത്. അതിന് വ്യക്തമായ മാധ്യമങ്ങൾ അതിനെ രംഗത്ത് കൊണ്ടുവന്ന ഒരു സത്യമാണ്. അതിനെ നിഷേധിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. കോൺഗ്രസ് നല്ലപിള്ള ചമയേണ്ടെന്നുള്ള ഞാൻ പറയുന്നത്. കോൺഗ്രസിനകത്തും അമിതമായ സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ട്. പുതിയ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ തെളിഞ്ഞു വരുന്നത് ഭരണം കിട്ടുമ്പോൾ അവർക്ക് ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയും പണം ഉണ്ടാക്കാനുള്ള പട്ടിണി കിടന്നിട്ട് ആഹാരം കാണുമ്പോൾ ആക്രാന്തം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് താഴെ തട്ടുതൊട്ട് മേലെ തട്ട് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരിലും നേതാക്കന്മാരിലും കാണുന്നത്. അവർ പരസ്പരം അതിൽ കുറ്റം പറഞ്ഞാൽ യാതൊരു കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കരുണാകരനെയും ശോഭന ജോർജിനെയും പത്മജയും പോലെ സ്വന്തം പോക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ട് ചെലവഴിച്ച് സാധനങ്ങളിൽ എത്തുന്നത് പേയ്മെന്റ് സീറ്റ് എന്നൊക്കെയുള്ള കോൺഗ്രസിന്റെ വാക്കുകൾ വരുമ്പോൾ അങ്ങനെയും കൊണ്ട് അല്ലാതെ പാർട്ടിക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വന്തം സാധനങ്ങൾ ഉറപ്പിക്കുന്ന രീതിയിലാണ് AK ആന്റണിയുടെ. ബാരക് മിസൈലിന്റെ എത്ര കോടിയാണ് കോടതിയിൽ ആ കേസും കിടക്കുന്നില്ലേ? അതെന്തുകൊണ്ട് പൊതുസമൂഹം സംസാരിക്കുന്നില്ല ഇവിടെ? അത് അങ്ങനെ ആദ്യം ആ ഫയൽ തിരിച്ചയച്ചിട്ട് മണിക്കൂറുകൾക്കകം ആ ഫയൽ തിരിച്ചു വന്ന് അതിൽ ഒപ്പിട്ട് കോടികൾ ഉണ്ടാക്കി കോൺഗ്രസിന് കേന്ദ്രത്തിൽ കൊടുത്തത് കൊണ്ടല്ലേ AK ആന്റണി ഇപ്പൊ കോൺഗ്രസിന്റെ പവറിൽ ഇരിക്കുന്നത്. അതിന്റെ 2 കോടിയല്ലേ കോഴിക്കോട് സ്ഥാനാർത്ഥിക്ക് വന്നിട്ട് 1 കോടി കണ്ടില്ല. പൈസമായി സാർ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാനുണ്ട്. ഈ സ്റ്റെയർ കേസ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ നിന്ന് മുകളിലോട്ട് തുടങ്ങിയാൽ അത് വൃത്തിയാവില്ല സാർ. അത് താഴെ വീണ്ടും പൊടി വിടും. നമ്മൾ അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ തുടങ്ങണം. നമ്മുടെ പാർട്ടിയിലായാലും ഇടത് വലതായിരുന്നാലും ശരി പരസ്പരം പഴിചാരി പിന്നെ അഴിമതിയെ പറ്റി പറയുകയല്ലാതെ ഇതിനെ കണ്ടുപിടിക്കാനോ ചെയ്യാനോ ആരും തയ്യാറാകുന്നില്ല. വിശേഷിച്ചും ഇപ്പോ CPMന്റെ ഉന്നതതലത്തിലിരിക്കുന്ന നേതാക്കൾ ചെയ്യുന്ന അഴിമതിയായിരുന്നാലും ശരി, കോൺഗ്രസിന്റെ ഉന്നതതലത്തിലിരിക്കുന്ന നേതാക്കൾ ചെയ്യുന്ന അഴിമതിയായിരുന്നാലും ശരി, ഇന്ന് സാധാരണ ജനങ്ങൾ അതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്.